Hi, this is Dr. Manjula, Academic Coordinator at Manjula's Nurses Learning Academy. We have launched a very special product for you, for those who are preparing for DME, NORCET, any central government or state government examination. ഈ ആപ്പിനൊരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഈ കരിയറിലുള്ള എക്സ്പീരിയൻസും ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെയൊക്കെ പഠിപ്പിച്ചും ഒക്കെ ഉള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ എല്ലാ റിവ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ആപ്പാണ് മഞ്ജുളാസ് നഴ്സസ് ലേണിംഗ് ആപ്പ്. ഇതിനകത്തുള്ള കോണ്ടന്റ് എന്ന് പറയുന്നത് വാരി വലിച്ചുള്ളതല്ല, ഏറ്റവും ബെയർ മിനിമമായിട്ട് എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെറുതെ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. പഠിക്കുന്നതെല്ലാം ഏറ്റവും കോറായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഈ ആപ്പിൽ 250-ൽ പരം തിയറി വീഡിയോസ് ഉണ്ട്, 2000-ന് മുകളിൽ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ ഈ ആപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ ആപ്പെല്ലാം നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് റേഞ്ചിലാണെന്ന് അറിയണ്ടേ? വെറും 5,999, അതും 6 months വാലിഡിറ്റിയിൽ. അപ്പോൾ നിങ്ങൾക്ക് പ്രോബബ്ലി ഒരു 4 എക്സാമിനേഷൻ ഈ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെഡിയല്ലേ പരീക്ഷ എഴുതാനായിട്ട്? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. A 60-year-old patient has a history of coronary artery disease and he reports a chest pain radiating to the left arm. Which of the following findings would indicate unstable angina rather than stable angina? First, pain occurs predictably with exertion and is relieved by rest. Pain lasts less than 10 minutes and resolves with nitroglycerin. Pain occurs at rest and is not relieved by nitroglycerin. Pain is associated with mild dyspnea and fatigue during exercise. എന്താണ് ഉത്തരം? ഉത്തരം C. Pain occurs at rest and is not relieved by nitroglycerin. So stable angina unstable angina തമ്മിലുള്ള വ്യത്യാസം അതാണ്. സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുമ്പോൾ നമ്മളവിടെ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പെയിൻ ഓട്ടോമാറ്റിക്കലി മാറും. അതല്ലെങ്കിൽ നൈട്രോഗ്ലിസറിൻ നാക്കിനടിയിലിട്ട് കൊടുത്താലും ആ പെയിനിൽ നിന്നും റിലീഫ് ഉണ്ടാകും. പക്ഷേ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻ എങ്ങനെയായിരിക്കും? സ്റ്റേബിൾ ആൻജൈനേക്കാട്ടിലും പ്രൊലോങ്ഡ് ആയിരിക്കും, സിവിയറിറ്റിയും കൂടുതലായിരിക്കും. പിന്നെ റെസ്റ്റ് എടുത്താൽ മാറുമോ? മാറില്ല. നൈട്രോഗ്ലിസറിൻ കൊടുത്താലും മാറില്ല. സോ ആ ടൈപ്പ് ഓഫ് പെയിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് വിളിക്കുന്നത്. ആൻഡ് ദർ ഇസ് ഹൈ റിസ്ക് ഓഫ് ദിസ് പ്രോഗ്രസിങ് ഓൺ ടു മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പോൾ അതാണ് ഡിഫറൻസ് സ്റ്റേബിൾ ആൻജൈനയും അൺസ്റ്റേബിൾ ആൻജൈനയും തമ്മിലുള്ള. So for more such videos, please do like, share and subscribe our channel. Stay tuned for more updates. Thank you.